അൽഗോരിതത്തിനെ കുറിച്ച് പറയുന്നതിനും ആദ്യം ഒരു ഡേറ്റ എങ്ങനെ വേവ് ഫോമിൽ ഒരു ഡിവൈസിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിവൈസിൽ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിനെ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്തതിനെ നമ്മൾ എങ്ങനെയൊക്കെ വേവ് ഫോമിലേക്ക് മാറ്റാമെന്നാണ് നോക്കാം. അത് നമ്മൾ പല അപ്രോച്ച് ഉണ്ട്. അതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഇതിൽ ഹയർ വേരിയൻറ്റ് ലോവർ വേരിയൻ്റ് ഉണ്ട്. ഹയർ വേരിയൻറ്റ് 1, ബാക്കിയുള്ള സീറോസ്. ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, ഇതും ഡിഫറെൻ്റ് ഒരു അപ്രോച്ചാണ് വേവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറീസിനെ. ഇനി ഫേസ് ഷിഫ്റ്റ് കീയിങ്, ഇതും വേവിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഒരു വേവ് മറ്റേ ഡിവൈസിലേക്ക് വരുന്നു, ആ ബൈനറി ഹലോ ആയിട്ട് മാറുന്നു. കിട്ടിയ കോഡിനെ നമ്മളാണ് കമ്പൈലൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. ഈ കമ്പൈലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ അനാലിസിസ്, അതായത് നമ്മൾ കിട്ടുന്ന കോഡിനെ നമ്മൾ ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. സിൻറ്റാറ്റിക് അനാലിസിസ്, അതായത് നമ്മൾ കോഡിനെ നമ്മൾ സിൻറ്റാറ്റിക് ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇൻ്റർമീഡിയറ്റ് കോഡ്, അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡിലേക്ക് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ്, കോഡ് റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നതാണ്. ഒപ്റ്റിമൈസേഷൻ, നമ്മൾ കോഡിനെ മൊത്തത്തിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നൊരു ഏജൻറ്റ്. കോഡ് ജനറേഷൻ, ഇവിടെ നമ്മൾ ഒരു ട്രാൻസ്ലേറ്റ് മെഷീൻ കോഡായിട്ട് നമ്മളിവിടെ മാറ്റിയെടുക്കുകയാണ്. ഈ മെഷീൻ കോഡായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ലിങ്കിങ് മീൻസ് നമ്മൾ ഈ ഒരു ലൈബ്രറീസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഇവിടെ നമുക്ക് ബൈനറി ഫോമിലേക്ക് അറ്റ് കിട്ടും. ഇൻ്റർപ്രിറ്റേഷൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ സോഴ്സ് കോഡ് ഈ ലൈൻ ബൈ ലൈൻ എടുക്കുന്നുണ്ട്. ആദ്യം റീഡ് ലൈൻ എടുക്കും. അതിനുശേഷം ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ ഈ പറയുന്ന പോലെ ടോക്കൺസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സിൻറ്റാറ്റിക് അനാലിസിസ് നടത്തും. ഇതിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ട്രീ ആയിട്ട് മാറ്റി ഡയറക്റ്റ് എക്സിക്യൂഷനാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. മറ്റേ കേസിൽ അങ്ങനെ അല്ലായിരുന്നു. മറ്റേ കേസിൽ നമ്മൾ ഡയറക്റ്റ് എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടാക്കി ആ ബൈനറി എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. ഇനിയും നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ, കോഡ് നമുക്ക് കിട്ടി, ഈ ഓപ്പറേഷൻ നടത്തി എക്സിക്യൂട്ടഡ് ഡ്രോസ്. ഇനി നമുക്ക് സി പി യു സ്ട്രക്ചേഴ്സ് നോക്കാം. സി പി യു സ്ട്രക്ചേഴ്സിൽ നമുക്ക് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അഡ്രസ് രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റേഴ്സ്, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഡീകോഡർ, ഇത്തരം സാധനങ്ങളാണുള്ളത്. മെമ്മറിയുടെ കേസിൽ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് സ്റ്റാക്ക്, ഹീപ്പ്, അതേപോലെ ഡേറ്റ സ്റ്റോർ, കോഡ് ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ മെമ്മറി അഡ്രസ്സസ് ആണ് നമുക്ക് മെമ്മറിയിലുള്ളത്. പിന്നെ നമുക്ക് ഡേറ്റാ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബസ് യൂണിറ്റ് വരുന്നത്. ഇനി ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ സൈക്കിൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൽ വരുന്ന ഫെച്ച് സൈക്കിളാണ്. ആദ്യം നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഡീകോഡ് ചെയ്യുന്നു. ഇതാണ് ഡീകോഡ് ഫേസ്. ഇതിനെ എക്സിക്യൂഷൻ നടത്തുന്നു. എക്സിക്യൂഷൻ ഫേസ് ആണിത്. ഇനി ശേഷം നമ്മളതിനെ ഫെച്ച് ചെയ്തെടുക്കുന്നു. ഇത് പിന്നെയും നമ്മൾ ഫെച്ച് ചെയ്യുന്നു. പിന്നെ നമ്മളതിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. പിന്നെയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വെർഷൻ കിട്ടി. ഇപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കോഡ്, ആ ഒരു കോഡിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് ബൈനറി ഫോമിലേക്ക് കൊണ്ടുവരും. ഈ ബൈനറി ഫോമിൽ വന്നിട്ടുള്ള ഈ ഒരു കോഡിനെ നമ്മൾ നമ്മുടെ മെമ്മറിയിൽ കോഡ് സെഷനിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ സൈക്കിൾ ഫോളോ ചെയ്ത് അവസാനം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്നുള്ള രീതിയിൽ കിട്ടുന്നു. കോഡൊക്കെ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി അനാലിസിസ് നടത്താം. കോംപ്ലക്സിറ്റി അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് നമുക്ക് കോൺസ്റ്റൻറ്റ് ഒ ഓഫ് എൻ എന്താണെന്ന് മനസ്സിലാക്കണം. ലോഗറിതമിക് ഒ ഓഫ് ലോഗ് എൻ എന്താണെന്ന് മനസ്സിലാക്കണം. ലീനിയർ ഒ ഓഫ് എൻ എന്താണെന്ന് മനസ്സിലാക്കണം. ലീനിയറിതമിക് എൻ ലോഗൻ എന്താണെന്ന് മനസ്സിലാക്കണം. എൻ സ്ക്വയർ ക്വാഡ്രാറ്റിക് എന്താണെന്ന് മനസ്സിലാക്കണം. 2n എക്സ്പോണൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ടൈം കോംപ്ലക്സിറ്റി ലീനിയർ സെർച്ചിൻ്റെ നോക്കുകയാണെങ്കിൽ ഇറ്ററേറ്റർ ഉള്ളതുകൊണ്ട് ഒ ഓഫ് എൻ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഒ ഓഫ് 1 ആണ്, കാരണം ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്വാൻസ് അൽഗോരിതത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അഡ്വാൻസ് ഡേറ്റ സ്ട്രക്ചർ, അറേ ഡേറ്റ സ്ട്രക്ചറിൽ ഒ ഓഫ് 1 ആണ് നമുക്കൊരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ. നമുക്കൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ ഒ ഓഫ് എൻ ആണ്, ഡിലീറ്റ് ചെയ്യാൻ ഒ ഓഫ് എൻ. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റ്, അതിലേക്ക് ഒരു ഡേറ്റയെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഒ ഓഫ് 1 ആണ്, ഡിലീറ്റ് ചെയ്യാൻ ഒ ഓഫ് 1. പിന്നെ സ്റ്റാക്ക് ആൻഡ് ക്യൂ ആണ്. സ്റ്റാക്കിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒ എഫ് 1,
പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് OF1 ആണ് നമുക്കുള്ളത്. അതേപോലെ നമുക്ക് ക്യൂ നോക്കുകയാണെങ്കിൽ ക്യൂവിൽ NQ ചെയ്യാൻ വേണ്ടിയിട്ട് OF1, DQ ചെയ്യാൻ വേണ്ടിയിട്ട് OF1 ആണ് വരിക. ബൈനറി സെർച്ച് ട്രീസിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി OF-login ആണ് നമുക്ക് വരുന്ന കോംപ്ലക്സിറ്റി. ഇൻസേർട്ട് ചെയ്യാനും OF-login ആണ് വരുന്ന കോംപ്ലക്സിറ്റി. ഡിലീറ്റ് ചെയ്യാനും OF-login ആണ് വരുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിൽ സെർച്ചിങ്ങിന് വേണ്ടി ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സിലാണ്, ഡെപ്ത് ഫോക്കസ് ആയിട്ടുള്ള ട്രാവേഴ്സിലാണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സിൽ അത് എഴുത്ത് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ട്രൈസിൽ നോക്കാം. ട്രൈസിൽ നമ്മൾ K വെച്ചിട്ടാണ് OF-K ആയിരിക്കും നമുക്ക് ഇതിൻ്റെ കോംപ്ലക്സിറ്റി വരിക. ഇൻസേർട്ട് ചെയ്യാൻ OF-K ആണ്. അതേപോലെ ഈ സെർച്ച് ചെയ്യാനും നമുക്ക് OF-K ആണ് വരിക. ഇതിൽ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്താണ്. ഡിലീറ്റ് ചെയ്യാനും OF-K ആണ്. ഈ K എന്ന് പറഞ്ഞാൽ ലെങ്ത് വെച്ചാൽ വേർഡിൻ്റെ ലെങ്താണ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ സെർച്ച് ചെയ്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അത് അൽഗോരിതത്തിൽ കയറാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ അങ്ങോട്ടുള്ള ജേർണിയിൽ വളരെയധികം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ് ടെക്നിക്സ് പഠിക്കാം. ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാവുന്നത്? ഡിവൈഡ് ആൻഡ് കോൺകർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് എത്രമാത്രം ചെറിയ ചെറിയ പീസുകളാക്കാം അത്രയും ഡിവൈഡ് ചെയ്ത് ആക്കുക, എന്നിട്ട് അതിനെ കോൺകർ ചെയ്യുക, പിന്നെ അതിനെ കമ്പൈൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ ഉണ്ടാകുക. എക്സാമ്പിൾ ബൈനറി റിസർച്ചിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇത് സോർട്ടഡ് ഓർഡറിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇത് എലിമിനേറ്റ്സ് ഹാഫ് റിമൈനിങ് എലമെൻറ്റ്സ് ഈച്ച് സ്റ്റെപ്പ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ബൈനറി സെർച്ചിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പം ടാർഗറ്റ് നോക്കുകയാണ് 72. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുന്നു, പകുതി എടുത്തിട്ട് അതിലുണ്ടോ നോക്കും. ഇടത്തെ സൈഡിലില്ല, സോർട്ടഡ് ആണല്ലോ, അതുകൊണ്ട് കമ്പാരിസൺ നടത്തുമ്പോൾ വരത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഇടത്തെ സൈഡിലുള്ള എല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ 56 അതായത് അതിൻ്റെ സെൻറ്റർ എടുക്കും, അടുത്ത സെൻറ്റർ എടുക്കുന്നു. അടുത്ത സെൻറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ അതും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സെൻറ്റർ എടുക്കുന്നു. അടുത്ത സെൻറ്റർ എടുത്തപ്പോൾ നമ്മൾ 72 ടാർഗറ്റാണ്, അത് നമുക്ക് കിട്ടി. അപ്പം ഇവിടുത്തെ അവസ്ഥയിൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് ബൈനറി സെർച്ചിൻ്റെ ഒരു ട്യൂട്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ്. ഇവിടുത്തെ ഒരു എഫക്റ്റീവ് കോംപ്രഹെൻഷൻ നോക്കുവാണെങ്കിൽ ലീനിയർ സെർച്ചിൻ്റെ OF-n കോംപ്ലക്സിറ്റി, ബൈനറി സെർച്ചിൻ്റെ OF-login കോംപ്ലക്സിറ്റിയാണ്. അതായത് ലോഗരിതമിക് കോംപ്ലക്സിറ്റിയാണ് ഇവിടെ. അത് അത്രയും ടൈം ലാഭിക്കാൻ നമുക്കിവിടെ. അതാണ് ഈ ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് നോക്കാം. ഇത് പ്രോബ്ലത്തിനെ എത്രമാത്രം ചെറുതാക്കാം അത്ര ചെറുതാക്കും. എന്നിട്ട് ഓരോ ടാസ്ക് റിസ്കറസീവായിട്ടാണ് സോൾവ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എല്ലാം കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് ഒരു ഒറിജിനൽ സൊല്യൂഷനായിട്ട് മാറ്റിയെടുക്കും. ഗ്രീഡി അൽഗോരിതം കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു അൽഗോരിതമിക് ഒപ്റ്റിമൈസേഷൻ മെത്തേഡാണ്. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കലി അവൈലബിൾ ഡേറ്റ ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഹുഫ്മാൻസ് അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലൂസ്ലി ഉള്ള ഡേറ്റ കമ്പാരിസൺ നടത്തി, അതായത് ഇപ്പോൾ ഒരു വേർഡ്സിൻ്റെ സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ്സിൽ ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത് വെച്ചിട്ട് ടോട്ടൽ കൗണ്ട് എടുക്കുന്ന രീതി. ആക്ടിവിറ്റി സെലക്ഷൻ പ്രോബ്ലം, ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ എത്രമാത്രം പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെടുത്തു, അത് കൂടുതൽ ഓവർലാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ഇനി ഫ്രാക്ഷണൽ നാപ്സ്നാക്ക് പ്രോബ്ലം നോക്കാം. നാപ്സ്നാക്ക് പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടി കാൽക്കുലേറ്റ് വാല്യൂ ടു വെയിറ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് നമുക്കിപ്പോൾ കപ്പാസിറ്റി ടോട്ടൽ 50 ആണെങ്കിൽ ആ 50-ക്കകത്ത് നമ്മൾ ടോട്ടൽ വാല്യൂസിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അതാണ് അൽഗോരിതം പറയുന്നത്. ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ ഗ്ലോബൽ എക്സ്പോസർ യൂഷ്വലി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലസ്റ്റർ. ഒരു ഗ്രാഫ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗ്രാഫ് എന്താണ്? ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഒരു എഡ്ജ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ. ഇതിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, അതായത് ഡെപ്ത് കൂടുതൽ, അതായത് ഡീപ്പറായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു തരം അൽഗോരിതമാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന്, മാക്സിമം വൈഡായിട്ട് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കവർ ചെയ്ത് സെർച്ച് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഡൈസ്ട്രസ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന അൽഗോരിതമാണ്. പക്ഷേ ഇതൊരു നോഡിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ നോഡിലേക്കും ഉള്ളതാണ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് നോക്കാം പാൽമൻ-ഫോർഡ് അൽഗോരിതമോ. പാൽമൻ-ഫോർഡ് അൽഗോരിതത്തിൽ നമുക്ക് ഈവൻലി നെഗറ്റീവ് വെയ്റ്റ്സ് വെച്ചിട്ട്
കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അൽഗോരിതം. ഇനി നമുക്ക് ഫ്ലോയ്ഡ് വാർഷൽ, ഇതിൽ നമുക്ക് ആൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് വെയ്റ്റഡ് ഗ്രാഫിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു അൽഗോരിതമാണ്. ഇനി നമുക്ക് പ്രിംസ് അൽഗോരിതം നോക്കാം. പ്രിംസ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടെക്സ് വെച്ചിട്ട് അറ്റ് എ ടൈം ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. ഇനി ക്രിസ്കൽസ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എഡ്ജസിൻ്റെ വെയിറ്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന. നമുക്ക് ഡൈനമിക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. ഈ ഡൈനമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ മെമ്മോറൈസേഷൻ അല്ലെങ്കിൽ ടാബുലേഷൻ എന്നുള്ള 2 ടേമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇത് നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തിൻ്റെ അകത്ത് പെടുത്താവുന്നതോ അല്ലെങ്കിൽ ഇത് രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷനിൽ കൊണ്ടുവരാവുന്നതുള്ളതാണ്. നമുക്കൊരു എൻഡ് ഫിബൊനാച്ചി നമ്പറിൻ്റെ ഇത് നോക്കാം. ഇവിടെ നമ്മൾ f(n)നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീക്വൻസ് ജനറേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പം വരുന്ന ആ ഒരു സ്മോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനെ നമ്മൾ സാധാരണ ഒരു ഡൈവിംഗ് അപ്രോച്ചിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരു റിക്കേഴ്സീവ് മെത്തേഡിലാണ്. ഇവിടുത്തെ റിക്കേഴ്സീവ് മെത്തേഡ് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത് പോലെയുള്ള ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടുത്തെ മെമ്മോറൈസേഷൻ അപ്രോച്ച് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നത് ഫസ്റ്റ് ഒരു കണ്ടീഷൻ ആ ഫംഗ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആ ഫംഗ്ഷൻ റിസൾട്ടിനെ ക്യാഷ് ചെയ്ത് വെക്കുന്ന ഒരു അപ്രോച്ചിലേക്ക് അത് മാറ്റും. എന്നാൽ ടാബുലേഷനിൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ടാബുലേഷനിൽ നമ്മൾ ഒരു ഇറ്ററേറ്റീവ് അപ്രോച്ച് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ നമ്മളൊരു ടാബുലർ സ്ട്രക്ചറായിട്ട് മാറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. മെമ്മോറൈസേഷനും ടാബുലേഷനും നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറൈസേഷൻ സ്ലൈറ്റ്ലി സ്ലോവർ ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഫാസ്റ്റർ ആണ് ടാബുലേഷൻ. കാരണം അതൊരു ടേബുലർ സ്ട്രക്ചർ, റിലേഷണൽ സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഈ പ്രോബ്ലത്തിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് എടുക്കുന്നതിനുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ അൽഗോരിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇനി നമ്മളെങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? അതിനാദ്യം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് കയറണം. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാനിങ് ആൻഡ് അനാലിസിസ്, റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, മെയിൻ്റനൻസ് എന്നീ പറയുന്ന ഫേസസിനെയൊക്കെ മനസ്സിലാക്കണം. ഇത് ഓരോന്നും ഒരു ലൂപ്പിൽ വന്നെങ്കിൽ മാത്രമേ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാവും. അതിൽ ആദ്യം മനസ്സിലാക്കുന്നത് വാട്ടർഫാൾ മോഡലാണ്. ഇതിൽ റിക്വയർമെൻറ്റ് അനാലിസിസ് ഉണ്ട്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ മെയിൻ്റനൻസ് വരെ. ഇതിനുശേഷം നമുക്ക് അജൈൽ മെത്തഡോളജിയിൽ നമുക്ക് പ്ലാൻ, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, റിലീസ്, ഫീഡ്ബാക്ക്, ഇതിൻ്റെ ഒരു ലൂപ്പാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്തത് സ്ക്രം മെത്തഡോളജി അധികം ഉപയോഗിക്കാത്ത മെത്തഡോളജിയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവുന്നവർക്ക് മാത്രമാണ്. ആദ്യം പ്രൊഡക്റ്റ് ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുക, ഏതാണ് ചെയ്യേണ്ട ടാസ്ക്. അതിനുശേഷം സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ 1 വീക്ക് 2 വീക്കിനകത്ത് മാക്സിമം തീർക്കണം. അതിനുശേഷം പ്രൊഡക്റ്റിന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജ്. ഇത് സ്പൈറൽ മെത്തഡോളജിയാണ്. സ്പൈറൽ മെത്തഡോളജിയിൽ നമ്മൾ പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, എൻജിനീയറിംഗ്, ഇവാലുവേഷൻ, ഇങ്ങനെ 4 സ്റ്റേജാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ 4 സ്റ്റേജ് ഉപയോഗിച്ചിട്ട് ഒരു ലൂപ്പ് കണക്കിന് നമ്മൾ പ്രോബ്ലത്തിനെ ഇങ്ങനെ റെപ്പീറ്റേറ്റീവായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജ് സ്പൈറൽ മെത്തഡോളജി എന്ന് പറയാം.